Srishant is an emotional person, yes or no? Yes, completely. Completely? Oh. പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇയാളെന്താ അല്ലാതെ ക്രിക്കറ്റ് ഞാൻ പറഞ്ഞില്ല എന്നെ മിക്കവരും അറിയുന്ന ക്രിക്കറ്റർ എന്നുള്ള രീതിയിലാണ് ശ്രീശാന്ത്. അല്ലെങ്കിൽ ചില ന്യൂസ് വന്നത് പാർട്ടിയിൽ അടിയുണ്ടാക്കി അതിൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ലൈഫ് അല്ലെങ്കിൽ ഒരു ഇത്തിരി ഫേമസ് ആയാലുള്ള ഒരു പ്ലസ് പോയിന്റ് ഇസ് പീപ്പിൾ എല്ലാവർക്കും എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്തെങ്കിലും ചെറുത് വന്നാലും അത് വലുതാവും. ഇപ്പം എൻ്റെ കൂട്ടുകാരൻ എന്തെങ്കിലും ചെയ്താലും അതും ശ്രീശാന്ത് ഇപ്പോൾ എൻ്റെ ഡ്രൈവർ വണ്ടി ഇടിച്ചു കഴിഞ്ഞാലും ശ്രീശാന്തിൻ്റെ വണ്ടി ഇടിച്ചെന്ന് പറയുള്ളൂ. അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയാണ് ആ ഒരു അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പം ചില ഇതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇനി അടുത്തത് ലൈഫിൽ ആരുടെ മുമ്പിലാണ് ശ്രീശാന്ത് ക്ലീൻ ബൗൾഡ് ആയത്? വൈഫ്. ഫ്ലാറ്റ് ആയി. എൻ്റെ വൈഫ്. ഓക്കെ, ഇനി അടുത്തത് ഒരു റൊമാൻറ്റിക് ട്രാക്ക് ഇപ്പോൾ വൈഫിന് വേണ്ടി ഞാൻ പാടാൻ പറയുകയാണ്. ഏത് പാട്ട് പാടിക്കൊടുക്കും? ഞാൻ വെരി ബ്യൂട്ടിഫുൾ ടു. ഞാൻ എപ്പോഴും പാടുന്ന ഹമേ തുംസെ പ്യാർ കിത്ന കിഷോർ കുമാറിനാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു ആദ്യമേ പാടിക്കൊടുത്ത് ഫ്ലാറ്റ് ആക്കിയത് ഏത് പാട്ടിലാണ്? ഞാൻ അങ്ങനെ പാടിയല്ല കേട്ടോ. എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ക്രിക്കറ്റർ ശ്രീശാന്തിനെ നല്ല ഇഷ്ടം. ശ്രീശാന്ത് ഒരു വ്യക്തിയാണ് ഇഷ്ടം. അപ്പോൾ ശ്രീശാന്ത് ക്രിക്കറ്റർ അഗ്രസീവ് അതൊന്നും ഷീസ് ലീസ് ബോർഡ്. കാരണം എൻ്റെ കരിയറായിട്ട് അതിൻ്റെ ബിഗസ്റ്റ് എക്സാമ്പിൾ എൻ്റെ കല്യാണം. കാരണം തകർന്ന തരിപ്പണമായിരിക്കുന്ന ഒരു ടൈമിലാണ് ഡിസിഷൻ വന്ന് അവരുടെ അത്രയും വലിയ ഡിസിഷൻ എടുത്ത് ആ ഫുൾ ഷിക്കാവത്തി ഫാമിലി, അത് ഏതൊരു പെൺകുട്ടിയും മടിക്കാവുന്ന കാര്യമാണ്. എൻ്റെ മാത്രമല്ല ഏതൊരു ആളുടെയും കല്യാണം കഴിച്ച് ഡിസൈഡ് ചെയ്ത് വച്ചിരിക്കുന്നതാണെങ്കിലും എത്രയോ പ്രശ്നങ്ങൾ കാരണം ഡിവോഴ്സുകൾ വരുന്നു, അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് ചെറുക്കം മാറുന്നു, പെണ്ണു മാറുന്നു. എൻ്റെ ഇത്രയും ടഫ് സിറ്റുവേഷനിൽ ആ ഫാമിലിയോട് എത്രത്തോളം നന്ദി പറയാനും പറ്റില്ല. അപ്പം എന്താ പറയണ, ഞാൻ അത്രയും കടപ്പെട്ടിരിക്കുകയാണ് ആ ഒരു ഫാമിലി എൻ്റെ വൈഫുമായിട്ട്. ഓക്കെ, സോ അല്ല ട്രാക്ക് ഇവിടെ അതാ ഞാൻ പറഞ്ഞ കടപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പാടുന്ന പാട്ട് ഹമേ തുംസെ പ്യാർ കിത്നയാണ്. പറയണ്ട, പാടിയാ മതി. ഓക്കെ. ഹമേ തുംസെ പ്യാർ കിത്നാ ये हम नहीं जानते मगर जी नहीं सकते तुम्हारे बिना हमें तुमसे प्यार कितना ये हम नहीं जानते मगर जी नहीं सकते नैन के बिना. ഓക്കെ, നയൻ എൻ്റെ നിക്നെയിമാണ് വൈഫിനെ വിളിക്കുന്നത്. ഓക്കെ ഫൈൻ.